ശരി, ശ്രീ കെ എം ഷാജഹാൻ, ഇതിപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഇങ്ങനെ ഈ പുസ്തകത്തിന്റെ ഭാഗങ്ങൾ ഏതാണ്ട് മുഴുവനായിട്ട് പുറത്തു വന്നതുകൊണ്ടാണോ ഇ പി ഇങ്ങനെ ഒരു നിഷേധക്കുറിപ്പുമായിട്ട് ഇത് എന്റെ ആത്മകഥയല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്? അതല്ലാതെ ഇത് ഉപതെരഞ്ഞെടുപ്പിന് ശേഷമായിരുന്നുവെങ്കിൽ ഇത്രമാത്രം പുകിലുണ്ടാകുമായിരുന്നില്ല, ഇത്രയും വിവാദമാകുമായിരുന്നില്ല. ഇല്ല മഞ്ജുഷ, ഇതിനകത്ത് നമ്മൾ ഈ പി ജയരാജൻ്റെ നിഷേധക്കുറിപ്പ് ഇതൊന്നും ചർച്ച ചെയ്യുന്നതിൽ യാതൊരു കാര്യവുമില്ല. പി ജയരാജൻ ചെയ്തത് എന്താണ് എന്നുള്ളത് നമ്മളത് പരിശോധിക്കുമ്പോൾ ഇതിനു മുമ്പുള്ള രണ്ട് അനുഭവങ്ങൾ ഞാനൊന്ന് പറയാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് DAC പിന്നെ ഇപ്പുറത്ത് കോൺഗ്രസുമായി വിഘടിച്ച് DAC മത്സരിക്കുന്ന കെ മുരളീധരനൊക്കെ വയനാട്ടിൽ DACയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നു 2004. അന്ന് കോൺഗ്രസിനകത്ത് നിൽക്കുകയാണ് ശ്രീമാൻ കെ കരുണാകരൻ. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ DACയുടെ ചിഹ്നം ടെലിവിഷനായിരുന്നു. അന്ന് ഇതുപോലെ തന്നെ പോളിംഗ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് കരുണാകരൻ എന്ന് പറയുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ഒരു പ്രസ്താവന നടത്തി. എന്തായിരുന്നറിയാമോ? എല്ലാവരും വീട്ടിൽ പോയി TV കണ്ടുകൊണ്ടിരുന്നോളാൻ. അതാണ് അന്ന് കരുണാകരൻ 2004 നടത്തിയ പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? രണ്ടാമത്തെ സംഭവം എന്താണ്? 2011 12 മറ്റോ നടന്ന നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പിൽ രാവിലെ മന്ദഗതിയിൽ പോളിംഗ് ഇങ്ങനെ പുരോഗമിക്കുകയായിരുന്നു. പെട്ടെന്ന് പോളിംഗ് കുത്തനെ കൂടി. എന്താ കാരണം? അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ KK രമയെ കാണാൻ TP ചന്ദ്രശേഖരൻ്റെ വീട് സന്ദർശിക്കുകയും വൈകാരികമായിട്ട് രമയെ ആശ്ലേഷിക്കുന്ന ഒരു ഇത് ആ ചിത്രം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അത് രണ്ടാമത്തെ സംഭവം. ഇനി ഈ വലിയ നിഷേധക്കുറിപ്പുമായിട്ടൊക്കെ ഇപ്പോൾ വലിയ വായിൽ ഇറങ്ങിയിരിക്കുന്ന ഈ പി ജയരാജൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ദിവസം ചെയ്ത പണി എന്താ? ആ പോളിങ്ങിന് 2-3 ദിവസം മുമ്പ് ദല്ലാൽ നന്ദകുമാറും ശോഭാ സുരേന്ദ്രനും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് ഇയാൾ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തി എന്നുള്ള വിവാദം കത്തി നിൽക്കുകയായിരുന്നു. ആ കത്തി നിന്ന സമയത്തൊന്നും അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടാതിരുന്ന പി ജയരാജൻ പോളിംഗ് ദിവസം എന്താ പറഞ്ഞത്? താൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു, ചർച്ച നടത്തി. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. എന്താണ് പി ജയരാജൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മൾ ഈ നിഷേധക്കുറിപ്പൊക്കെയായി ബന്ധപ്പെട്ടൊന്നും സമയം കളയേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് പി ജയരാജന് കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നടത്തിക്കുക എന്നുള്ള ആ പണിയുടെ ഭാഗമായിട്ടാണ് ഈ പോളിംഗ് ദിവസം ഈ സാധനം പുറത്തു വന്നിട്ടുള്ളതും എല്ലാം. ഇപ്പം ഞാൻ മഞ്ജുഷ തന്നത് ഞാൻ ആ 178 പേജ് വായിക്കുകയായിരുന്നു. ആ 178 പേജിൽ വളരെ കൃത്യമായി അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. ഇപ്പോൾ കോമ്രേഡ്ഷിപ്പ് തിരിച്ചു വിളിക്കണം എന്നുള്ള അതിനകത്ത് ജനങ്ങളിൽ നിന്ന് പാർട്ടി അകന്നു പോകുന്നതിനെ കുറിച്ചിട്ടുണ്ട്. പിന്നെ ജില്ലാ സെക്രട്ടറിമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനെ കുറിച്ചിട്ടുള്ള വിമർശനമുണ്ട്. MLA-മാർ MP-മാരായിട്ട് മത്സരിച്ചതിനെ കുറിച്ചിട്ടുള്ള വിമർശനങ്ങളുണ്ട്. DYFIയുടെയും SFIയുടെയും ഒക്കെ പോക്ക് വഴിപിഴച്ചതാണ് എന്നുള്ള സംബന്ധിച്ചിട്ടുള്ള വിമർശനമുണ്ട്. പിന്നെ മറ്റേ സിദ്ധാർത്ഥന്റെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള വിമർശനമുണ്ട്. രണ്ടാം പിണറായി സർക്കാർ തീർത്തും ദുർബലമായിരുന്നു എന്നുള്ള വിമർശനമുണ്ട്. പി സരിൻ അവസരവാദിയായിരുന്നു എന്നുള്ള വിമർശനമുണ്ട്. അതിപ്പോൾ പി സരിന്റെ കാര്യം ഉൾപ്പെടെ അത് പാർട്ടിയിൽ തന്നെ ഓരോ ചർച്ചകൾ നടക്കുന്നതാണ്. അതിനു മുൻപ് താങ്കൾ പറഞ്ഞ കാര്യമൊക്കെ പാർട്ടി തന്നെ പല ഘട്ടങ്ങളിലായി വിലയിരുത്തിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ? ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ് എന്നുള്ള കാര്യം പോലും മന്ത്രിമാർ കൂടുതൽ സമയം തലസ്ഥാനത്ത് ചെലവഴിക്കണം, ഓഫീസിൽ ചെലവഴിക്കണം എന്നുള്ള കാര്യം പാർട്ടി തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം പി പറയുമ്പോൾ അതൊരു പുതിയ കാര്യം അല്ലല്ലോ. അപ്പോൾ പിക്ക് നിഷേധിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ പി ഇങ്ങനെ പറഞ്ഞാൽ പോലും അത് പാർട്ടിയുടെ വിലയിരുത്തൽ എന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കാവുന്നതാണ്. അതാണ് ഞാൻ ചോദിച്ചത്, ഈ ദിവസം ഇത് പുറത്തു വന്നതുകൊണ്ടുള്ള പ്രശ്നമല്ലേ ഉള്ളൂ? അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ പി ജയരാജൻ പുതിയതായിട്ട് ഇതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. പാർട്ടി ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾ തന്നെയാണ് പി ജയരാജൻ ഉന്നയിക്കുന്നത്. പക്ഷേ പാർട്ടിയുടെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം, പാർട്ടിയുടെ കണ്ണൂരിലെ മുതിർന്ന നേതാവ്, പാർട്ടിയുടെ ഒരു മുൻ വ്യവസായ മന്ത്രി ഒരു പോളിംഗ് നടക്കുന്ന ദിവസം, നമ്മൾ പോളിംഗ് നടക്കുന്ന ദിവസം പറഞ്ഞ് വെറുതെ അങ്ങ് പോകാൻ പറ്റില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. വയനാടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ പാലക്കാട് നിരന്തരം 3-ാം സ്ഥാനത്താണ്. അത് ചിലപ്പോൾ 4-ാം സ്ഥാനത്ത് പോകാനാണ് സാധ്യത. പക്ഷേ ചേലക്കര എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ വിജയിക്കുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണെന്നിരിക്കെ ആ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ ഈ പറഞ്ഞ പോലെ കെതച്ചുകൊണ്ടാണെങ്കിലും CPM പിന്നെ ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോളിംഗ് ദിവസം ഇത്തരം കാര്യങ്ങൾ എണ്ണി പി ജയരാജൻ പറയുമ്പോൾ
അത് CPM-ന്റെ അണികൾക്കുള്ളൊരു സന്ദേശമാണ്. ആ സന്ദേശം വളരെ കൃത്യമാണ്. ആ സന്ദേശം വളരെ കൃത്യമാണെന്നുള്ളത് താങ്കൾ പറയുന്നത് EP ജയരാജന്റെ അറിവോട് കൂടി തന്നെയാണ് ഈ ദിവസം ഇത് പുറത്തു വന്നത്. അല്ലാതെ ഈ കട്ടൻ ചായയും പരിപ്പ് വടയും എന്നുള്ള ആ ഒരു കവർ പേജ് ഇന്നലെ തന്നെ DC ബുക്സ് പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് വിവാദമാകുമെന്നുള്ള ഒരു ധാരണയില്ലായിരുന്നു. EP അതിനെതിരെ നിഷേധക്കുറിപ്പുമായിട്ട് വന്നുമില്ല. ഇന്ന് ഈ പുസ്തകത്തിന്റെ മുഴുവൻ രൂപവും പുറത്തു വന്ന സമയത്താണ് ഇങ്ങനെ ഒരു നിഷേധക്കുറിപ്പ് വന്നത്. അപ്പോൾ EP ഇത് നിഷേധിക്കുന്നു. പക്ഷെ താങ്കൾ പറയുന്നു ഇതെല്ലാം EP-യുടെ അറിവോട് കൂടി തന്നെയാണ് ഈ ദിവസം വന്നത് പോലും എന്നാണോ? 100%. കാരണം ആ പുസ്തകം നമ്മളെടുത്ത് വായിച്ചു നോക്കൂ. ആ 178 പേജ് വായിച്ചു നോക്കൂ. അത് 100% അത് അടിച്ചതിന്റെ കംപ്ലീറ്റ് പേജിനേഷനും കഴിഞ്ഞ് ഇപ്പം DC ബുക്സുകാർ അതിന്റെ കരാറുണ്ടെന്ന് വരെ പറഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കരാറുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കരാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനൽ ഏതൊരു ചാനലിൽ ഞാൻ കണ്ടു. അവർ DC ബുക്സിന്റെ ആ ഒരു ഔദ്യോഗികമായിട്ട് ഫേസ്ബുക്കിൽ വന്ന കുറിപ്പാണ് നമ്മുടെ കയ്യിൽ ആധികാരിക രേഖയായിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ പ്രകാശനം നടക്കുമെന്നാണ്. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചതാണ്. പക്ഷേ ചില ചാനലുകളിലെ റിപ്പോർട്ടർമാർ നേരിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് കരാറുണ്ട്, അത് ഞങ്ങൾ സമയത്ത് പുറപ്പെടുവിക്കുമെന്ന്. ഒറ്റ കാര്യം മാത്രമാണ് ഇത്. ഇപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം, 2024 പോളിംഗ് ദിവസമാണ് EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്നുള്ള കാര്യം സമ്മതിക്കുന്നത്. പോളിംഗിന്റെ തലേ ദിവസവും അല്ലെ പോളിംഗിന്റെ പിറ്റേ ദിവസമല്ല, അതിന് സമാനമാണ് ഇതെന്നുള്ളത് 100% വ്യക്തമാണ്. DC ബുക്സ് പറഞ്ഞാൽ കേരളത്തിലെ 1-ാം നമ്പർ ബുക്സ് ആണ്. അവർക്ക് ഒരു കാരണവശാലും കള്ളം പറയാൻ പറ്റില്ല. അവരുടെ ക്രെഡിബിലിറ്റി കംപ്ലീറ്റ് പോകും. ഡോക്ടർ B.